ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് താങ്കൾ തന്നെ ഈ കാര്യം സമ്മതിച്ചതാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, താങ്കൾക്ക് ദേഷ്യം കുറച്ച് കൂടുതലാണെന്ന്. ജനങ്ങൾ കോർട്ടിൽ നീതി കൽപ്പിക്കുകയാണ്. അതായത് ഇതിൽ 2 കാര്യങ്ങളുണ്ട്. സഹായം ചോദിക്കാത്ത സ്ത്രീകളെ കണ്ടവർക്ക് പരിചയമില്ല, രാഷ്ട്രത്തിൽ തീരെയില്ല. ജനങ്ങൾക്ക് ഒരു സ്ത്രീ തന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. ഒരു സാധാരണ സ്ത്രീ നേരിനായി സംസാരിക്കുന്നത് അവർക്ക് തീരെ വഴക്കമല്ല. അതും അധികാരത്തിന്റെ മയക്കത്തിലുള്ളവർക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. അവരെന്തു പറയും? ഓ, എന്റെ കാലിൽ വീഴില്ലേ? ജനങ്ങൾ ഇതൊരു വഴക്കമായി കാണാറില്ല. കാരണം ഒരു പെണ്ണിനും മുഖ്യമായ കാര്യം അവളെ ആരും ഭീരുവായി കാണാൻ പാടില്ല. എന്നെ ആരെങ്കിലും ഭീരുവായി കാണുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ പ്രശ്നമായി മാറും. ഞാൻ എപ്പോഴും തല നിവർന്നു നിൽക്കും, കുനിയില്ല. അതെന്റെ അഹങ്കാരമല്ല, ആത്മവിശ്വാസമാണ്. ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല, മുംബൈയിൽ അതായത് ഫിലിംസ് പാർട്ടീസ് ആണെങ്കിലും ശരി, അല്ല TV ഷോ പ്രോഗ്രാം ആണെങ്കിലും ശരി, സ്മൃതി ഇറാനി പോയില്ല. ചിലരൊക്കെ അതിനും എന്നെ അഹങ്കാരിയെന്ന് പറയും. ഓ, അങ്ങനെയാണോ? പാർട്ടിയിൽ എനിക്ക് ഒരു പണിയുമില്ല. കുടിച്ചിട്ട് ലഹരിയിലിരിക്കുന്ന സ്ഥലത്ത് എനിക്കവിടെ എന്തു പണിയുണ്ടാകാനാ? അധികാരത്തിന്റെ അഹന്തയിലിരിക്കുന്ന സ്ഥലത്ത് അവിടെയും എനിക്കൊരു പണിയുമില്ല. ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് ആകർഷിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടേക്ക് ചെല്ലില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് ആരെങ്കിലും തെറ്റായി സംസാരിച്ചാൽ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാലോ ഞാനത് നോക്കിയിട്ട് വെറുതെ ഇരിക്കില്ല. അതായത് ഏത് പെണ്ണായാലും ശരി, ഏത് പാർട്ടിയായാലും ശരി, അവരേത് ജാതിയായാലും ശരി, ആ പെണ്ണിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ എനിക്ക് വെറുതെ ഇരിക്കാനാവില്ല. കാരണം അതെന്റെ സ്വഭാവമാണ്. മറ്റൊരു കാര്യം കൂടി താങ്കളെക്കുറിച്ച് കേട്ടു. അതായത് അവാർഡ് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ എനിക്ക് അവാർഡ് തരാൻ പാടില്ല, ആ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അതല്ലേ ശരി. ഞാൻ തുടർന്ന് 8 വർഷം അവാർഡ് വാങ്ങിക്കൊണ്ടേയിരുന്നു. എന്റെ ഇൻഡസ്ട്രിയിൽ വീണ്ടും ഒരുപാട് ആക്ടേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. എന്റെ ഷോ അപ്പോ വളരെ പോപ്പുലർ ആയിരുന്നു. എനിക്കിത് വേണ്ട. നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ല വേറെ കഴിവുള്ള ആരെങ്കിലും ഒരാൾ വന്നാൽ അവർ കഠിനമായി അധ്വാനിച്ചിരിക്കും. അവരെ ദൂരെ നിർത്തിയിട്ട് ഞാൻ പോപ്പുലർ ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് മര്യാദ നൽകി. അത് വളരെ ശരിയാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വരുന്നു, അവർക്കും അവസരം നൽകൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെന്താണ് തെറ്റ്? അരഗൻസ് അല്ല. നമ്മൾ വഴി ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടാകും. പക്ഷേ മറ്റുള്ളവരെ നേതാക്കന്മാരായി രൂപീകരിക്കുന്നതാണ് ഒരു നല്ല നേതാവിന്റെ ഗുണം. എന്നെ സംബന്ധിച്ച് താങ്കളുടെ ഈ ദേഷ്യം അത് സിനിമാ ലോകത്താണെങ്കിലും ശരി, രാഷ്ട്രീയത്തിലാണെങ്കിലും അത് നല്ല കാര്യമാണെന്നേ ഞാൻ പറയും. ഞാൻ എന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ബഹുമാനിക്കുന്നതിനെ നിങ്ങൾ അരഗന്റെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ അരഗണ്ടാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ബഹുമാനിക്കുന്നതിനെ അരഗന്റെന്ന് പറഞ്ഞാൽ ഞാൻ അരഗണ്ടാണ്. നമ്മുടെ നിയമസഭയെക്കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നത് അരഗണ്ടാണെന്നാൽ ഞാൻ അരഗണ്ടാണ്. ഞാൻ എന്റെ മതത്തിനെക്കുറിച്ച്, അതായത് ഞാൻ ഹിന്ദു എന്നതിനെക്കുറിച്ച് ബഹുമാനിക്കുന്നത് അരഗണ്ടാണെങ്കിൽ ഞാൻ അരഗണ്ടാണ്. ഇന്ത്യയുടെ സൈന്യം, നമ്മുടെ സൈന്യാധിപന്മാരെക്കുറിച്ച് അഹങ്കരിക്കുന്നത് അതിനെ അരഗന്റെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ അരഗന്റായി തന്നെ ഇരിക്കും. എനിക്കെന്റെ പട്ടാളത്തെയോർത്ത് മഹത്വം തോന്നുന്നു. എന്റെ രാഷ്ട്രപതിക്ക് ബഹുമാനം ചെലുത്തുന്നത്, ആ മര്യാദയ്ക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് അരഗണ്ടാണെങ്കിൽ ഞാൻ ശരിക്കും അരഗണ്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ? എന്തെന്നാ നിങ്ങൾ എവിടെ പോയാലും അവിടെ നല്ല ഭക്ഷണം എവിടെയാ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മുന്നേ അറിയാമോ മാഡം? നിങ്ങൾ പറയുന്നത് നേരാണ്. പക്ഷേ എനിക്ക് ആ 5 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ചൊന്നും അറിയില്ല. കയ്യേന്തി ഭവൻ പെട്ടിക്കടയിലൊക്കെ എന്ത് വിൽക്കുന്നുവോ ഏതെങ്കിലും ചെറിയ കടയുണ്ടെങ്കിൽ അതെനിക്കറിയാം. അതെ, നേരാണ്. താങ്കൾക്കറിയാമോ, ഞാനൊരു 4-5 സിറ്റികളുടെ പേരിപ്പോ പറയാം. എന്റെ ദൈവമേ, ദയവ് ചെയ്ത് വേണ്ട. അമൃത്സർ, കേസർ കാ ഡാബ, ഇളക്കിവിടല്ലേ. ലക്നൗ, ശുക്ലാജിയുടെ ചാറ്റ് ബസാർ. പിന്നെ ഇൻഡോർ. രജിത് സാർ, ഇൻഡോറിൽ ഒരു സ്ഥലം മാത്രമല്ല. ഇൻഡോറിൽ ചപ്പൻ വാങ്ങാൻ എവിടേക്ക് പോകണം? ശരി, ബീക്കാനീർ. ഞാൻ ബീക്കാനിൽ നിന്നും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇൻഫാക്ട് മേഘൽ വാൽജി അവിടെ ഇല്ല. അതായത് ബീക്കാനൽ പാർലമെന്റിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ
ഈ കുട്ടികൾക്ക് അറിയില്ലെന്ന് കരുതുന്നു, പക്ഷെ പുറകെ കുറച്ച് വലിയ ആളുകൾ അവർക്കറിയാമെന്ന് കരുതുന്നു. ഒരു പർപ്പിൾ ഗുളിക പോലെ ഉണ്ടാകും, മീന് പോലെ ഉണ്ടാകും, അല്പം പുളിക്കും. അത് വളരെ രുചികരമായിരിക്കും. അർജുൻ മേഘ്വാലിന്റെ ഭാര്യ കടന്ന 20 വർഷങ്ങളായി ബെക്കനേവിന്ന് എനിക്ക് വാങ്ങിക്കൊണ്ടുവരും. മാഡം നിങ്ങൾ പാനിപ്പൂരി കഴിക്കോ So, മാഡം? പിന്നെ പിന്നെ മറ്റൊരു ഇനിയൊരു കാര്യം, കാര്യം ഡൽഹിയിൽ എന്താണ് നിന്നും ആരാണ് ചോദിക്കാൻ വന്നിരിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് പാനിപൂരിയെ കുറിച്ച് ആരാണ് ചോദിച്ചത്? നിങ്ങൾ ഡൽഹിയാണോ? നിങ്ങൾക്ക് കലേവ അറിയാമോ? ഹോൾ മാർക്കറ്റിൽ കലവയുടെ മുൻപിലായി ബംഗാൾ സ്വീറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിനടുത്തായി പാനിപൂരി വിൽക്കും, ഓർമ്മയുണ്ടോ? ആ കടയിലേക്ക് ചെല്ലൂ. അവരുടെ അച്ഛൻ കട വച്ചിരുന്നപ്പോൾ എന്റെ അച്ഛൻ അവിടേക്ക് കൊണ്ടുപോകും. മുൻപിൽ ലേഡി ആർഡി ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ ക്യാരറ്റ് ഹൽവ കഴിക്കണമെങ്കിൽ, അയ്യോ, ക്യാരറ്റ് ഹൽവ കഴിക്കണമെങ്കിൽ അത് കലവായിൽ നന്നായി കിട്ടും. ഇവിടെ ഗുർഗയിൽ നിന്നും ആരാണ് വന്നിരിക്കുന്നത്? ഗുർഗയിൽ നിങ്ങൾ ഓഫീസ് പോകുന്നുണ്ടോ? അതെ അവിടെ മാഡം. ന്യൂ കോളനിയിലെ കിഷുവിന്റെ കടയിൽ രുചികരമായ ഡൂഡ കിട്ടും, രുചികരമായ സമൂസയും കിട്ടും, ചോളിയോടൊപ്പം ചേർത്ത്. പിന്നെ പട്ന, ചിലർ അതും മാഡം ചോദിക്കുന്നുണ്ട്. പട്നയിൽ എന്താ ഫേമസ്? ഹനുമാൻജി ക്ഷേത്രത്തിനടുത്ത്. അതെ അതെ, അതിനടുത്താണ്. നിതിൻ നവീൻ അവിടത്തെ പാർലമെന്റിൽ മെമ്പറായിരിക്കാണ്. നമ്മുടെ മീഡിയയിൽ വലിയ നേതാവായിരിക്കുന്നു. ആ ഹെഡ് അദ്ദേഹം സന്ദേ മയൂഖ്ജി, അദ്ദേഹം MLC ആണ്. പിന്നെ എന്നെ നിതിൻ ആൻഡ് സഞ്ജയ് ദുർഗാ പൂജ സമയത്ത് മുഴുവൻ പാട്നയും ഓരോരോ ഗ്രൗണ്ടായി എന്നെ ചുറ്റിക്കാണിച്ചു. ഓരോ ഗ്രൗണ്ടിന് മുൻപിലായി ഇടുന്ന കടയിൽ ഞങ്ങൾ ചേച്ചി അനിയന്മാർ 3 പേർ നന്നായി ചെന്ന് കഴിക്കും. ഒരാൾ MLA ആയി, ഒരാൾ MLC ആയി. പറയുന്നതല്പം ബീഹാറിൽ കഷ്ടമാണ്. ഇപ്പോ എന്ത് പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാ, ലല്ലൽ സാർ ഇപ്പോ മട്ടൻ വെച്ച് പൂജ ചെയ്തെന്നാണ്. അതായത് കർക്കിടക മാസം എന്നത് ദൈവത്തിനുള്ള മാസമാണ്. ഒപ്പം ലലൻജി വളരെ എക്സ്പീരിയൻസ് ആയ നേതാവാണ്. എന്നെ സംബന്ധിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചില സമയം രാഷ്ട്രീയം അവരുടെ കയ്യിൽ ഒരു ആയുധമായി മാറും. അതായത് എന്നെ സംബന്ധിച്ച് ഓരോരുത്തരുടെ വിശ്വാസം, ഭക്തി, അത് നമ്മൾ തീർച്ചയായും ബഹുമാനിക്കണം. ചിലർ കർക്കിടക മാസത്ത് അവരുടെ ഭക്തി കൂടുന്നതായി കരുതും. അത് തീർച്ചയായും നമ്മൾ ബഹുമാനിച്ചേ തീരൂ. ഒരുപക്ഷെ കർക്കിടക മാസം അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കബാബ് കഴിക്കുമായിരുന്നോ? എന്റെ സർനെയിം ഇറാണിയാണ്. പാർസിക്കാർ എപ്പോഴും നോൺ വെജിറ്റേറിയൻ ആണ്. നിങ്ങളൊരു മരുമകളുടെ രൂപത്തിൽ നോക്കിയാൽ ഞാൻ കല്യാണം കഴിച്ച വീട്ടിന്റെ പാരമ്പര്യം അംഗീകരിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും പറയൂ? ആ വിധത്തിൽ നോക്കിയാൽ എന്റെ അമ്മ ഒരു ബംഗാളിയാണ്. അവർ മച്ചി ജോൽബാദാണ് കഴിക്കുക. അത് ബംഗാളിയിൽ രജിത് സർ, അതായത് അത് ഒരു നല്ല കൾച്ചറാണ്. അഫിനിറ്റി എന്നും പറയാം, നല്ല ബിഹേവിയർ എന്നും പറയാം. ആദ്യമായി എന്റെ പാർട്ടിക്കാർ എന്നെ അവിടെ കണ്ടതും അവരെന്ത് ടെസ്റ്റ് വയ്ക്കുമെന്നറിയാമോ? നിങ്ങൾ റിയൽ ബംഗാളിയാണോന്ന് ടെസ്റ്റ് ചെയ്തു നോക്കും. ഞങ്ങളുടെ കുടുംബത്തിനൊരു മാച്ച് ഉണ്ടാകും, ഇല്ലീസ്. അതെങ്ങനെ കഴിക്കും, বেঁচে খাও কি না বেচতে পারো না കഴിക്കുന്നോ ഇല്ലയോന്ന് നോക്കും. അതായത് തക്കാളി ചമ്മന്തി ആഹാരത്തിന് മുൻപ് കഴിക്കുമോ പിറകെ കഴിക്കുമോ എന്ന് നോക്കും. അത് വെച്ച് പറയും നിങ്ങൾ ബംഗാളിൽ ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന്. അതായത് ഭാഷയോടൊപ്പം ചേർത്ത് നമ്മുടെ ആഹാരവും നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. താങ്കൾക്ക് ആഹാരത്തിൽ നല്ല നോളജ് ഉള്ളതായിട്ട് കരുതുന്നു. അടുത്ത ചോദ്യം. പിന്നെ എങ്ങനെ ഞാൻ വണ്ണം വെച്ചെന്നാ കരുതിയത്? മലയോ? ബനാറസിലുള്ളവർ ചോദിക്കുകയാണ്, താങ്കൾ നിങ്ങൾ ബനാറസിൽ മലയോ കഴിച്ചിട്ടുണ്ടോ? പിന്നെ ആ ലക്നോയിലെ ആൾ എവിടേക്കാ പോയത്? രാം മാസ്രേ പാൻ കഴിച്ചിട്ടുണ്ടോ? ആ, രാമാശ്രേ പാൻ നോക്കിയാൽ ഓരോ സൺഡേയും അടൽജി വിളിക്കും. അവരുടെ വീട്ടിൽ വരുത്തി തരും. എനിക്ക് രാമാശ്രീ മലൈപ്പാൻ അടൽജി വഴിയാണ് അറിഞ്ഞത്. ആരോ പറഞ്ഞിരുന്നു താങ്കൾ അമേഠിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കഴിക്കാൻ വേണ്ടി ഗോപി മഞ്ചൂരി തരുമെന്ന്. നിങ്ങൾ നോക്കിയാൽ അമിറ്റിയിൽ ഒരു ധാബയുണ്ടായിരുന്നു. ആ ധാബയിലേക്ക് ഡൽഹിയിലുള്ള എല്ലാ പ്രസ്സുകാരും വന്നിരുന്നു. അവർക്ക് ഗ്രാമത്തിലെ ആഹാരം ഇഷ്ടമില്ല, വേറെ എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആ കടയിൽ ചോദിച്ചു എന്തുണ്ടെന്ന്. ചേച്ചി, ഞാൻ ഗോപി മഞ്ചൂരിയൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഗോപി മഞ്ചൂരിയനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കഴിച്ചു നോക്കൂ, ഞാൻ കഴിച്ചാൽ എന്താകുമെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം എല്ലാരും തന്നെ കഴിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കടയിലെ ബിസിനസ്സും നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാരണം ആ നോർമൽ ഫുഡ് ഗോപി മഞ്ചൂരിയന്റെ വില കൂടിപ്പോയി. അറിയാമോ നിങ്ങൾക്ക്? താങ്കൾ പറഞ്ഞത് വെച്ച് ഇനി എല്ലാ കടകളിലും റേറ്റ് കൂട്ടാൻ പോവുകയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ മാഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്നാ? എപ്പോഴും എങ്ങനത്തെ പാട്ട് കേൾക്കാനാ ഇഷ്ടം? രണ്ടും കിഷോർ കുമാർ സാറിന്റെ പാട്ടാണ്. ഞാനിത് പറഞ്ഞേ തീരൂ. നിങ്ങളൊരു ആക്ട്രസിനെ ഈ ബോക്സിൽ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷേ വെറും ഒരാളുടെ ശബ്ദം കൊണ്ട് എത്ര മോശമായ ആക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് ജീവൻ നൽകാൻ സാധിക്കും. ഹരിജിത് സിംഗ് സാർ, സത്യമല്ലേ? എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഈ പ്രോഗ്രാം കാണുന്നവർക്കായി ഒരു ദിവസം
ഒരു ഭംഗിയുള്ള കോടതിയായി മാറണം. ഹരിജിത്ത് സാറിനെ ഞാൻ കാണണം, ഇതെന്റെ ആഗ്രഹമാണ്. ദയവ് ചെയ്ത് നിറവേറ്റൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു, കിഷോർ കുമാർ സാറിന്റെ 2 പാട്ടുണ്ട്, മിസ്റ്റർ ഇന്ത്യ ആരൊക്കെ കണ്ടിട്ടുണ്ട്? അതിലൊരു പാട്ടുണ്ട്, സിന്ദഹി കി യഹി രീത് കെ ഹാർ ഹി ബാത് ഹി. പിന്നെ രണ്ടാമത്തേത് ഋഷിജിയെ കുറിച്ച് ഞാൻ പ്രോഗ്രാമിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഋഷിജി അഭിനയിച്ച കിഷോർ കുമാർ സാറിന്റെ പാട്ട്, जीवन के दिन छोटे सही हम भी बड़े दिल वाले, कल की हमें फुर्सत कहा सोचे जो हम मत वाले.